ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഖത്തറിലത്തെ സെക്കൻഡ് ഡേ ആണ് ഇത്. ആക്ച്വലി ക്രിസ്മസിൻ്റെ തലേന്നത്തുള്ള ദിവസം. അപ്പോൾ ഞങ്ങൾ ഖത്താറ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഗവാൻ സ്ഥലം. ഇതിൻ്റെ പ്രൊണൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു ക്രിസ്റ്റൽ വേൾഡ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം കാണാനാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇൻ ബിറ്റ്വീൻ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറണമെന്ന് വിചാരിച്ചായിരുന്നു അതിൽ സ്നാക്സ് എന്തെങ്കിലും കഴിക്കണമെന്ന്. പിന്നെ ഞങ്ങളത് ഡ്രോപ്പ് ചെയ്തു, കാരണം ഞങ്ങൾക്ക് ഇന്ന് മന്തി കഴിക്കണമായിരുന്നു രാത്രി. ഐ എം സോ എക്സൈറ്റഡ് ഫോർ ദാറ്റ്, ബിക്കോസ് ഈ മുംബൈയിൽ കിട്ടാത്തൊരു സംഭവമാണ് ഇവിടുത്തെ മന്തി, നാട്ടിലത്തെ മന്തി. ഞാൻ കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഈ വീഡിയോയിലൊക്കെ ഞാൻ ഖത്തർ വ്ളോഗ്സിൽ ഏറ്റവും കൂടുതൽ എടുത്തിരിക്കുന്നത് കുറേ ബിൽഡിങ്ങിൻ്റെ വീഡിയോസും പിന്നെ കുറേ ഈ റോഡിൻ്റെ വീഡിയോ ആണ്. അതെന്തുകൊണ്ടാണ് എന്നെനിക്കറിയില്ല. ഞാൻ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒക്കെ അങ്ങനത്തെ വീഡിയോ ആയി മാറി ഗൈസ്. അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ നല്ല അടിപൊളി മ്യൂസിക്സ് ഒക്കെ പ്ലേ ചെയ്ത് നല്ല വേറൊരു വൈബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവർ. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് കേട്ടോ. അവരവരുടെ ക്രിസ്റ്റലിൽ യൂസ് ചെയ്തിട്ട് അവരൊരു ഫുൾ ലേ ഔട്ട് അവർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്ത് രസമായിട്ട്, അത് മനോഹരമായിട്ടാണ് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത് അറിയോ. ഇതായിരുന്നു അവിടുത്തെ ശരിക്കും ഒരു സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. പിന്നെ ഇത് ഒരു ഓഷ്യൻ തീമിൽ അവരുടെ ഫ്ലോറിലൊക്കെ അടിപൊളിയാക്കി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നെക്സ്റ്റ് ഡേ ആണ്, 25 ഡിസംബറിൽ. ഒരു റെഡ് ഡ്രസ്സ് ഇട്ടാൻ വേണ്ടി ഞാൻ കുറച്ചധികം പെടാപാട് പെട്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് ലുസൈലിലോട്ടാണ്. പിന്നെ അവിടെ ഒരു ഫൗണ്ടെയിൻ പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു, ഒരു പാട്ടിനനുസരിച്ചിട്ട് വെള്ളം ഇങ്ങനെ ഡാൻസ് ചെയ്യുന്ന പോലത്തെ സ്ഥലം. അവിടെ പോയിട്ട് ഞങ്ങൾ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ കളിച്ചു. ഞാൻ കഷ്ടപ്പെടുന്നതാണ് കേട്ടോ കാണുന്നത് നിങ്ങൾ. പിന്നെ അവിടെ നിന്നൊക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ നേരെ പോയിട്ട് ഉണ്ടായി. ലുസൈലിലോട്ടായിരുന്നു. കാരണം ലുസൈലിൽ ഞാൻ അടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇത് അവിടുത്തെ വലിയൊരു മോളാണ് കേട്ടോ, വെൻറ്റം മോൾ എന്തോന്നാണ് പേര്. അവിടെ പോലും ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങൾ നേരെ പോകാൻ പോകുന്നത് ഞാനിങ്ങനെ കാത്തിരുന്നൊരു സംഭവത്തിലോട്ടായിരുന്നു. ഇങ്ങനെ യന്ത്രൂഞ്ഞാലിൽ കയറണം, അതായത് നമ്മൾ ജൈൻറ്റ് വീലിൽ കയറണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്ന സമയത്ത് ഈ സ്ഥലം ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കറക്റ്റ് സമയപ്പോൾ ഞാൻ ഇപ്പം പറഞ്ഞു, ഇപ്പം എൻ്റെ ബർത്ത്ഡേ ആണ്, എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ഇപ്പം ഞാൻ കൊണ്ടുപോയി. അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ ശരിക്കും കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ പോലെ കേട്ടോ. എനിക്ക് എല്ലാത്തിലും കയറണം, പക്ഷെ എൻ്റെ കൂടെ കയറാൻ ആരുമില്ല, അതുകൊണ്ട് എനിക്കൊരു പേടി. ഈ നീരാളിൻ്റെ ഒക്കെ സംഭവം നല്ല വൈബായിരുന്നു കേട്ടോ. എത്രങ്ങാനും ആൾക്കാർ ഒച്ചുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പറയാം. എൻ്റെ മുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്കിത് ഈ ഒരു വീലാണ് കേട്ടോ. ഇതിൽ കയറണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഒരു പേടി, തിരിച്ച് നാട്ടിലോട്ട് വരേണ്ടതല്ലേ എന്നുള്ള ആ ഒരു പേടി കാരണം ഞാൻ അതിലുമ്പോൾ കയറിയില്ല. പക്ഷെ ഞാൻ ഈ യന്ത്രൂഞ്ഞാലുമ്പോൾ കയറിയിരുന്നു കേട്ടോ. സംഭവം ഒരു രസം ഉണ്ടായിരുന്നില്ല യന്ത്രൂഞ്ഞാലിൽ കയറിയുമ്പോൾ. ഒരു കൂടായ്മ കയറി ഇരുന്നിട്ട് അവർ ഒരു ചെറിയ വട്ടം കറക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുത്തന്നു. അതിന് അവർ 15-20 മിനിറ്റ് എടുക്കുകയും ചെയ്തു. എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതുമ്മ കയറണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അത് കുഞ്ഞു കുട്ടികൾക്കായിരുന്നു ഉണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ അവർ കയറ്റില്ല. അതിൻ്റെ സങ്കടം എൻ്റെ മുഖത്തുണ്ടായിരുന്നു. പിന്നെ ഇതുമ്മ നമ്മൾ കയറാൻ പോവാണ് കേട്ടോ. അതിൻ്റെ അഹങ്കാരമാണ് ഇപ്പം എൻ്റെ മുഖത്ത് കാണുന്നത്. അതിൻ്റെ പൊലിവും ഉണ്ട് കേട്ടോ. അങ്ങനെ എന്തിനെങ്കിലും ഉള്ളിൽ കയറണം എന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ചെറിയ സ്പീഡിലാണ് പോകുന്നത്, അതുകൊണ്ട് ഭയങ്കര ബോറായിരുന്നു. പിന്നെ അതിൻ്റെ മുകളിലെത്തിയപ്പോൾ പിന്നെ കുഴപ്പമില്ല എന്നുള്ള ലെവലൊക്കെ എത്തി. ഞാൻ ഖത്തർ ഫുള്ള് കാണാമായിരുന്നു. ഇത്രത്തോനെ കളിപ്പാട്ടുള്ള സാധനം ഞാൻ അവിടെ അപ്പോഴാണ് കാണാൻ മുകളിലെത്തിയപ്പോൾ. റോളർ കോസ്റ്റർ വരെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ അമ്മ ഇതെന്തിനാണ് ഞാൻ കാട്ടണമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതേ ഈ വെള്ളം ചീറ്റുന്ന സംഭവമൊക്കെ നമ്മൾ ഒരുപാട് കാര്യമുണ്ട്. നമ്മുടെ നാട്ടിൽ വണ്ടർല, മുംബൈയിലാണെങ്കിൽ ഇവിടെ ഈ മാജിക്കൊക്കെ ഉണ്ട്. ഇതൊന്നും എനിക്ക് അത്ര വലിയ ഇതായിട്ട് തോന്നിയില്ല. പിന്നെ ഞങ്ങൾ നേരെ പോയത് എൻ്റെ ഫേവറേറ്റ് സംഭവം മന്തി കഴിക്കാനാണ്. ഞാൻ കുറേ ദിവസമായി മന്തി കഴിക്കണം. നാട്ടിലത്തെ നെഹദീത്തെ മന്തി അടിപൊളിയാണല്ലോ. അപ്പോൾ അവിടെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനെ മതി വെച്ചിട്ട് ഞാൻ മന്തി കഴിച്ചു വയസ്സ്. ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഒരു സിറ്റി സെൻറ്ററിലോട്ടാണ് പോയത്, ജസ്റ്റ് ഫോർ ഷോപ്പിംഗ്. അപ്പോൾ അത്രേ ഉള്ളൂ. വ്ളോഗ് ഞാനിവിടെ അവസാനിപ്പിക്കുക.
അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ടാറ്റാ.